എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ, യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചേരും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ മാസം 23 മിനിയാന്ന് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇന്നലെ മുതൽ വിവിധ എല്ലാ കോളേജുകളിലും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ മാസം 24 മുതൽ 30 വരെ വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകളിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ അത് നമ്മളത് നോക്കുകയാണ്. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, ടെമ്പററി അഡ്മിഷൻ ഇല്ല. നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്കിനി ജൂലൈ 7 പ്രസിദ്ധീകരിക്കാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പല വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് പോലും ടെമ്പററി അഡ്മിഷൻ എടുക്കുകയോ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ സാധ്യമല്ല. കാരണം ആ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്നാമത്തെ ഓപ്ഷനാണ് ലഭിച്ചത്. അവർക്കിനി ഒരു ഹയർ ഓപ്ഷൻ ഇല്ല. അവർക്കിനി ഹയർ ഓപ്ഷനിലേക്ക് പോവുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഫീസ് അടച്ച് നിങ്ങളുടെ പ്രവേശനം സ്ഥിരമാക്കണം. ഇനി ടെമ്പററി അഡ്മിഷൻ, നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും പരമാവധി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് 20 ഓപ്ഷൻ വരെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ ആ വിദ്യാർത്ഥിക്ക് ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. അതേസമയം പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് ആ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. 2 ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യാം, 2 രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാം. ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാം, അതേസമയം പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തതിൽ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി അനുവദിക്കപ്പെട്ടതെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, മറ്റൊരു കോളേജ് വേണ്ട, അല്ലെങ്കിൽ ഇനിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകൾ ഇനി നിങ്ങൾക്ക് വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം. അതായത് നിങ്ങൾ ഒരു കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് പോകണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതിപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ ഞാൻ പറഞ്ഞു 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച കുട്ടി, ആ കുട്ടിയുടെ 5ാമത്തെ ഓപ്ഷനിൽ സംതൃപ്തനാണ്. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കാണാം. അപ്പോൾ പല വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന മറ്റു സംശയമാണ്, സാർ ഞാൻ അഡ്മിഷൻ എടുത്തത് പെർമനൻ്റ് ആണ്, 5ാമത്തെ ഓപ്ഷനിലാണെങ്കിലും
ഞാൻ അഡ്മിഷൻ എടുത്ത മോഡെന്ന് പറയുന്നത് പെർമനൻ്റ് അഡ്മിഷൻ ആണ്. ഞാൻ സ്ഥിര നിയമനമാണ് കോളേജിൽ നേടിയത്. 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിലും ഞാൻ പെർമനൻ്റ് അല്ലേ നേടിയത്. പിന്നെ എങ്ങനെയാണ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നാലും ഹയർ ഓപ്ഷനിലേക്ക് പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ പോലും ഹയർ ഓപ്ഷൻസ് ആക്റ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ മുകളിലേക്ക് കയറാം. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ ആയാലും അതേസമയം ടെമ്പററി അഡ്മിഷൻ ആയാലും ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മുകളിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കയറിപ്പോകുമെന്ന് പറയുന്നതിന് സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നല്ല, യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ ആയാലും അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് കയറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ അങ്ങനെ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പുതിയ കോളേജിലേക്ക് പ്രവേശനം മാറണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടമാണ്, വളരെ ഇഷ്ടപ്പെട്ട കോളേജ്, ഇഷ്ടപ്പെട്ട കോഴ്സ്. നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസലാക്കാൻ മറന്നുപോയി. 3rd അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് വെച്ചോ, 1ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് അനുവദിക്കപ്പെട്ടു എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനെ കഴിഞ്ഞും താല്പര്യം കുറഞ്ഞ ഓപ്ഷനാണ് 1ാമത്തെന്ന് വെച്ചോ. പക്ഷെ നിങ്ങൾ നിർബന്ധമായും 1ാമത്തേലേക്ക് പോകേണ്ടി വരും. പിന്നെ നിങ്ങൾക്കൊരു മടങ്ങി വരവില്ല. പിന്നെ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനിലേക്ക് ഒരു മടങ്ങി വരവ് സാധ്യമല്ല. അപ്പം നിങ്ങളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിർബന്ധമായും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കാണണം. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് 990 രൂപയും ഇന്നലെ വൈകുന്നേരം 5 മണി വരെയായിരുന്നു അടയ്ക്കാനുള്ളത്. 990 രൂപയും SC/ST വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 925 രൂപയുമാണ്. കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ജൂൺ മാസം 24 മുതൽ 30-ാം തീയതിക്കുള്ളിൽ അതാത് കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കും. ജൂൺ മാസം 24 മുതൽ 30 വരെ അതാത് കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഹാജരാകാം എന്നോർത്തിരിക്കുക. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയൊരു കാണാം. അതുവരെയും മൈ നെയിം ഈസ് കർദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.